Good morning, sir. Nancy, good morning. Good morning, Good morning, sir. sir. Jeena, Arati, Aisha, good morning. The teacher ka pagana padla. Narmila, good morning. Yes, I have a prayer. Sir, ഞാൻ പാടാം. Okay, Jeena, you can do it. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആധരങ്ങളെന്തിനു നാഥാ ഈ ജീവിതമെന്തിനു നാഥാ പുലരിയിൽ പൂവാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആധരങ്ങളെന്തിനു നാഥാ ഈ ജീവിതമെന്തിനു നാഥാ. Jeena, വളരെ നന്നായിട്ട് പാടി. ഞാനൊരു Thank you. പഴയകാല ഓർമ്മകളിലോട്ടൊക്കെ പോകും. Okay, very good. Thank you. Then, thought of the day. Thought of the day ഞാൻ പറയാം, sir. Okay, Arati, you can. The only place where success comes before work is in the dictionary. The only place. The only place where success comes before work is in the dictionary. Yes. Okay. Very good. Yes. Correct. Then, signing on. അപ്പൊ അങ്ങനെ എനിക്ക് സാർ ആരും ഇല്ലെങ്കിൽ ഒരു സോങ് പാടാം, ഒരു റൈം പാടാം. Okay. You can 1, do it. 2, 3. The rhyme name was 1, 2, 3. 1, 2, 3, 4, 5. Once I caught a fish alive. 6, 7, 8, 9, 10. Then I let it go again. Why did you let it go? Because it bit my finger so. Which finger did it bite? The little finger on the right. Thank you. ഓക്കെ, ഇപ്പൊ എത്ര വാക്ക് അതിന്റെ അകത്ത് പഠിച്ചു? 1, 2, 3 ഒഴുകി 10 വരെ പഠിച്ചു. പിന്നെ ലിറ്റിൽ ഫിംഗർ ഏതാണെന്ന് പഠിച്ചു. യെസ്, വെരി ഗുഡ്. Thanks. ഓക്കെ ജീന, നിങ്ങളൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോണ്ടിസോറിക്ക് ആപ്റ്റ് ആയ കുട്ടികളാണ്. യെസ്, എന്തുവാ ജീന? താങ്ക് യു പറഞ്ഞ സാർ. ഞാൻ ഒരു കുറച്ച് ദിവസം ക്ലാസ്സിന് കേറിയില്ലായിരുന്നു, അങ്ങനെ ഇപ്പം വീണ്ടും കുറച്ച് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെ തിരക്കായിരുന്നു. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. എല്ലാവരും everything that can be compensated. അപ്പൊ ജിൻസി, good morning. Good morning, sir. Okay, good morning. Yes, ബാക്കിയുള്ളവർക്കൊക്കെ ഗുഡ് മോർണിംഗ് കൊടുത്തതാണ്. നരമ്പിത അവരെ എത്തി നോക്കിയേ. യെസ്, ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഒരു വീഡിയോ കിട്ടിയ ക്ലാസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ട്രാൻസ്ലേഷൻ തരും. ഞാൻ പറയുന്നത് മലയാളമാണ്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഇത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റുമോ? ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങളൊക്കെ ഒരു ടീച്ചറൊക്കെ ആയി കഴിയുമ്പോൾ
ചിലപ്പോൾ ഒരു പ്രസംഗം എഴുതേണ്ടി വരും, തയ്യാറാക്കേണ്ടി വരും. അപ്പോ ചിലപ്പോൾ ആദ്യം തുടക്കമൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മലയാളത്തിൽ ഒരു പാരഗ്രാഫ് എഴുതി പിന്നെ അത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിൽ എഴുതേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ അങ്ങോട്ട് വരും, കറക്റ്റ് ആയിട്ട് വരും. സ്റ്റാർട്ടിങ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടിയോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയോ വന്നിട്ട് എനിക്ക് നാളെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ഒരു പ്രസംഗം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടി വരില്ലേ? വിദ്യാ ഗുഡ്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിൽ ഒരു 4-5 സെന്റൻസ് പറയുകയാണ്. നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കാം, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കോമൺ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് റെഡിയാക്കാം. അപ്പൊ എഴുതിക്കോ, മലയാളത്തിൽ എഴുതിയാൽ വേണ്ടിയിട്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ, ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഒരു പക്ഷേ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് റസീന, ഗുഡ് മോർണിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾ അതിൽ ഓരോ സെന്റൻസിനെ പറക്കി എടുത്തിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓ, ഒരു പാരഗ്രാഫ് ഒക്കെ ഞാൻ ചെയ്തല്ലേ, വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചെറിയൊരു ആത്മവിശ്വാസം വരും. യെസ്, ഇനി നമ്മൾ കുറച്ചങ്ങനെ ചെല്ലുമ്പോൾ ഇതിന്റെ ലെങ്ത് അങ്ങനെ കൂട്ടും. ഇപ്പൊ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടുക, പിന്നെ അങ്ങനെ കൂടി വരും. യെസ്, ഓക്കെ. അപ്പൊ അതൊരു സ്റ്റാർട്ടിങ് ഞാൻ ഇട്ടതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അത് അറിയാൻ പാടില്ലാത്ത വാക്കുകളൊന്നും ഞാൻ വരാവുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് വെച്ചൊന്ന് റെഡിയാക്കാം. ശ്രുതി, ഗുഡ് മോർണിംഗ്. Good morning, sir. Yes,
റസീന, ശ്രുതി, ഞങ്ങൾ ഇവിടെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ കൊടുത്താണ്. സാർ ഞാൻ എഴുതിയിട്ടില്ല കേട്ടാ, കുട്ടിക്ക് കുറുക്ക് കൊടുക്കുകയാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. എന്തെല്ലാം ടാസ്കുകളാണ് അല്ലേ റസീന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്? എന്തെല്ലാം പരിപാടിയുടെ ഇടയിലാണ് നമുക്ക് പഠനത്തെയും ഉൾപ്പെടുത്തേണ്ടി വരുന്നത് അല്ലേ? യെസ്. കഴിയുമ്പോ പറയണം കേട്ടോ. ശ്രുതി, Pravina Raj, good morning. Good morning, sir. Yes, good morning. ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ കൊടുത്തേക്കാണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തിക്കും കേട്ടാ. Okay.
സർ പറയട്ടെ? ഓക്കെ കഴിഞ്ഞല്ലേ? വെരി ഗുഡ് ഒറ്റ മിനിറ്റ്. ജീന എവിടെ? ജിൻസിനെ കഴിഞ്ഞു, വിദ്യയുടെ കഴിഞ്ഞു. ഫിനിഷ പറയാ ആരതി? ആരതി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. വിദ്യ ആദ്യത്തെ ഒരു വഴി വായിക്കുക, അതിന്റെ ട്രാൻസ്ലേഷൻ പറയാം. വായിക്കുമ്പോ കേൾക്കുന്നവര് വേറെ വല്ല രീതിയിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കും, സാറേ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, അത് കുഴപ്പമുണ്ടാകും ചോദിക്കും. വായിച്ചോളൂ വിദ്യ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വായിക്കാം മലയാളം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. പറഞ്ഞോ. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഗോയിങ് ടു ടെൽ എ സ്റ്റോറി. ഓക്കെ, പറഞ്ഞിട്ട് പോവാം. സെന്റൻസ് കറക്റ്റ് ആണ് വിദ്യ. അപ്പോ ഡിയർ ഫ്രണ്ട്സ് കറക്റ്റ് ആണ്. ഐ ആം ഗോയിങ് ടു ടെൽ എ സ്റ്റോറി. അപ്പോ സെന്റൻസ് ഈ വാചകം ആക്റ്റാണ്. കാരണം വെച്ചാല് ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ്. May I tell a story, sir? ഓക്കെ അങ്ങോട്ട് ഞാൻ വരാം. അപ്പൊ നമുക്ക് ഞാൻ ഒരു കഥ പറയാം. ഇവിടെ നമ്മൾ നോക്കിയേ വിദ്യ, ഞാനൊരു കഥ പറയട്ടെ, അതൊരു ചോദ്യമാണ് ചോദിക്കുക. അപ്പൊ അതിന് രണ്ട് ആൻസറും വരാം. നോ പറയണ്ട, യെസ് പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതൊരു വിദ്യ എഴുതിയ വളരെ കറക്റ്റാണ്. അത് ഈ സിറ്റുവേഷന് പറ്റും. ഞാനൊരു കഥ പറയട്ടെ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ഇപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ സാധനം ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന വേർഡ് ഈ ഷാൽ എന്ന് പറയുന്ന വേർഡില്ലേ, ഷാൽ. ഈ ഷാൽ എന്ന് പറയുന്ന വേർഡ് ആദ്യം പറഞ്ഞ് ആരംഭിച്ച് അത് കൂടുതൽ ഭംഗിയാണ്. ഷാലൈഗോ ഓക്കെ എന്ന് പറയുന്നത് ഷാൽ ഐ ടെൽ എ സ്റ്റോറി, ഞാനൊരു കഥ പറയട്ടെ. മേ പറയാൻ തെറ്റൊന്നുമില്ല, പക്ഷെ മേനേക്കാളും നല്ലത് ജിൻസി ഷാലാണ്. ഷാലൈഗോ. എന്തെങ്കിലും ഒരു സംഗതി അവിടെ ഇരിക്കാതെ നിങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചു, ഷാലൈ ടേക്ക് ഇറ്റ് കേട്ടോ. ഷാൽ ആദ്യം വരും, എന്നാലാണ് പെർമിഷൻ ആവുള്ളൂ. ഐ ഷാൽ ടേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നതാണ്. ആ ഷാൽ ആദ്യം വരുമ്പോ ഷാലൈഗോ, ഷാലൈ ടേക്ക് ഇറ്റ് കേട്ടോ. ഷാലൈ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് കുറച്ചുകൂടി ബെസ്റ്റ്. അതാണ്. ഓക്കെ വിദ്യ, വെരി ഗുഡ്. ജിൻസി, രണ്ടാമത്തെ വാചകം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. You will like this story. വെരി ഗുഡ്. യു വിൽ ലൈക്ക് ദി സ്റ്റോറി. കറക്റ്റ്. അതായത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നല്ല, ഇഷ്ടപ്പെടാറുണ്ടെന്നല്ല, ഇഷ്ടപ്പെടും ഭാവിയിൽ. യു വിൽ ലൈക്ക് ദിസ് സ്റ്റോറി. വെരി ഗുഡ്. നടക്കുക. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. This story of a normal person. This story of a normal person. സെന്റൻസ് കാര്യത്തിൽ ഒരു വേർഡ് മിസ്സാക്കി. ഇതിപ്പോ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാം. ഓക്കെ, ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്, ഇങ്ങനെയാണ് പറയേണ്ടത്. ഒരു വാക്കുകൂടി, ഒരു വേർഡ് കൂടി അവിടെ കയറി വരും. ഏത് വേർഡാണ് അവിടെ കയറി വരുന്നത്? കോമൺ അല്ല, അത് നോർമൽ പേഴ്സൺ എന്ന് പറഞ്ഞത്. നോർമൽ പേഴ്സൺ. ആ ലാസ്റ്റ് പറഞ്ഞൊരു വാചകം കൂടി, അതായത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു എന്നുള്ളൊരു വേർഡ് കയറി. ഇങ്ങനെ പറയാമോ സാർ? ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ കോമൺ മാൻ. ഓക്കെ. എടാ ജിൻസി പറഞ്ഞപ്പോ അതിനകത്ത് ഒരു ഈസ് വന്നില്ലേ? നരകത്തിലെ ആ ഈസിന്റെ ഒരു കുറവോടെ കിടക്കും. ആ ഈസും കൂടി വരുമ്പോഴാണ് ആ സെന്റൻസ് കറക്റ്റ് ആകും. അങ്ങനെ വെർബിന്റെ ഒരു കുറവുണ്ട്. ആകുന്നു എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ 3 വാക്കുകൾ ഉപയോഗിക്കും. ഒന്ന് ഈസ്, മറ്റത് ആം, മറ്റത് ആർ. 3ന്റെ അർത്ഥം എന്താണ്? ആകുന്നു എന്നുള്ളതാണ്. യെസ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു. ആ ആകുന്നു ഉടനെ സാധനം കയറി വന്നില്ല എന്ന് പറഞ്ഞത് ആ ഒരു ഈസ് വെച്ചിട്ടൊന്ന് പറഞ്ഞു. Sir, this story is a normal person. The story is a
നോർമൽ പേഴ്സൺ. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാം. ദിസ് Story is about a normal person. This is the story about a normal person. Normal person. Okay, sir. This is the story of a normal person. രണ്ട് ശരിയാണ്. About എന്ന് പറഞ്ഞാൽ കുറിച്ച്, ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ്. മറ്റത് ഓഫ് വരുമ്പോൾ സാധാരണ മനുഷ്യന്റെ കഥയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഐഷ, വാചകം ഇതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. സർ ഇതിനെ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ഇത് എനിക്ക് അറിയാവുന്ന പോലെ പറയട്ടെ. യെസ്, അതാണ് കേട്ടത്. അറിയാവുന്ന പോലെ പറഞ്ഞാൽ മേ ബി ദിസ് സ്റ്റോറി യു ലിസ്റ്റൻ. ഓക്കെ, നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം. സംഗതിയൊക്കെ അതിനകത്തുണ്ട്. അതൊന്നും അല്ലാണ്ട് കേട്ടത് സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേ ബി, ഒരു പക്ഷേ. ആ മേ ബി എന്നുള്ളതിന് പകരം വേണമെങ്കിൽ വേറൊരു വാക്ക് നമുക്ക് പറയാം. പെർഹാപ്സ് അത് പറയാം. മേ ബി, ഒരു പക്ഷേ എന്ന് പറയും. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ഈ ക്രമത്തിൽ പുറപ്പെടും. അത് ഓർത്തിരിക്കാനായിട്ടൊരു പ്രത്യേകത. ഞാൻ ചായ കുടിച്ചു. നോക്കി, ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ചായ, അല്ല, ആദ്യം ഞാൻ, പിന്നെ കുടിച്ചു, മൂന്നാമത് ചായ വേണം. ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ചായ കുടിച്ചു. ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഞാൻ കുടിച്ചു ചായ, ഇങ്ങനെ വേണം. അപ്പൊ എപ്പോഴും ഇത് ഓർത്തിരിക്കുക, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇതാണ് ഇംഗ്ലീഷിൽ എഴുതേണ്ട ക്രമം. ഇത് വിട്ടുപോകരുത്. നോക്കാം. അപ്പൊ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതാദ്യം പറയാം. നിങ്ങൾ, യു. കേട്ടിട്ടുണ്ടാകും, വിൽ ഹാവ് ഹേർഡ്, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ഹേർഡ്. യു മൈറ്റ് ഹാവ് ഹേർഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ സബ്ജക്റ്റുമായി വെർബുമായി. ഇനി ചോദിക്കുക, ആരെ അല്ലെങ്കിൽ എന്ത്? എന്ത് കേട്ടിട്ടുണ്ടാകും? ഈ കഥ, ദിസ് സ്റ്റോറി. അപ്പൊ നമുക്ക് പറയാം, മേ ബി യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് സ്റ്റോറി, അല്ലെങ്കിൽ മേ ബി യു വിൽ ഹാവ് ഹേർഡ്, ഹിയർ എന്നുള്ളതിന്റെ പാസ്റ്റ് വോയിസ്, ഹേർഡ് ദിസ് സ്റ്റോറി. ഓക്കെ, ആരതി, അടുത്തത്. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. This story has a connection with my life. Very good. The story has a connection with my life. Yes, with my life. Correct, correct. Very good, very good, very good. ജീന, അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. എളുപ്പമുള്ളതൊക്കെ അവരോട് ചോദിച്ചു, എന്നോട് വന്നിട്ട് വിഷമമുള്ളവരോട് ചോദിച്ചത് അല്ലേ? കുഴപ്പമില്ല സാർ, ഞാൻ എഴുതിയ പോലെ പറയാം. ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദിസ് സ്റ്റോറി. ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദിസ് സ്റ്റോറി. അതിനകത്ത് എന്താ തെറ്റ്? കറക്റ്റാണത്. അതുകൊണ്ടാണ്, അതുകൊണ്ട് എന്നുള്ളത് നമുക്ക് സോ എന്ന് പറയാം. അതുകൊണ്ട്, അതുകൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ. ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വേറെ സ്ഥലത്ത് പറയുമ്പോ ആ കാരണം കൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ ദ റീസൺ. കേട്ടോ? അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയാം. ദാറ്റ് ഈസ് വൈ ദ റീസൺ ഐ ഗോ ടു മൈ ഹോം. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. യെസ്, ആ കാരണം കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ആണ് ജീന പറഞ്ഞത്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ അതുകൊണ്ടാണ് എന്ന് പറയേണ്ട സന്ദർഭം ആ ഒരു വാക്കുകൾ ഇംഗ്ലീഷിൽ പറയാം. ദാറ്റ് ഈസ് വൈ ഐ ഗോ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഓ, അമ്മനെ അനുകരിച്ചിട്ട് പറയും. പിന്നീട് അവര് പറയും, എന്റെ അമ്മ എപ്പോഴും പറയാറുള്ള വാക്കാണ് ദാറ്റ് ഈസ് വൈ. യെസ്, നിങ്ങൾ പറയുന്നത് കേട്ടാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ഓരോ വാക്കുകളൊക്കെ പറയാം. അപ്പൊ അവരെന്തെങ്കിലും വേണമെന്ന് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കിയത് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു നോക്കുക. പിള്ളേരൊക്കെ അങ്ങനെ റെഡി ആവട്ടെ.
ദാറ്റ് ഈസ് നേരത്തെ നമ്മുടെ ജീന പാട്ട് പാടി ഇല്ലേ 1, 2, 3 പറഞ്ഞ പോലെ അങ്ങനെ അതിന്റെ വേറൊരു ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദി സ്റ്റോറി. അതുകൊണ്ടാണ് ഈ കഥ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ റസീന അടുത്ത വരി, ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. യെസ്. അപ്പോ അവിടെ നിൽക്കട്ടെ. എന്താ പ്രവീണ ആ വാചകത്തിന്റെ ഇംഗ്ലീഷ് നോക്കുക. ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. സാറേ ഒന്നുകൂടെ പറയാമോ? ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. സ്റ്റിൽ നൗ ഐ കഥ പറഞ്ഞില്ല. Still now I didn't tell the story. ഓക്കെ, സ്റ്റിൽ നൗ ഇതുവരെ. ആ സ്റ്റിൽ നൗ എന്നുള്ളതിന് പകരം വേറെ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. സോഫാർ. ഇതുവരെ സോഫാർ പറയാം കേട്ടോ. സോഫാർ. സാർ സ്റ്റിൽ നൗ പറയുന്നത് തെറ്റാണോ? അല്ല. യെസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പെർഹാപ്സ് മേ ബി എന്നൊക്കെ പറഞ്ഞില്ലേ. യെസ്. ഏത് വാക്കുകളും ഉപയോഗിക്കാം. അപ്പൊ വേറെ ആരെങ്കിലും ചിലപ്പോൾ അതായിട്ട് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. യെസ്. സ്റ്റിൽ നൗ അല്ലെങ്കിൽ so far I didn't tell the story. ആ I didn't tell the story എന്നുള്ളതിന് പകരം വേറൊരു രീതിയിൽ വന്നിരുന്ന till now I have not told the story. അങ്ങനെ പറയും. ഞാൻ ഇതുവരെ കഥ പറഞ്ഞിട്ടില്ല. I have not told the story. Then Ansi. ഓ സാറേ ഇരിക്കായിരുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞ സെന്റൻസിനെ ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. I am believes. Are you interested in hearing my story? Yes. I am Believes. Believing or believes? Yes. അല്ലെങ്കിൽ കൺസിഡേഴ്സ് ഏതെങ്കിലും വരുമല്ലോ. എല്ലാം അല്ലേ സാർ? ഇംഗ്ലീഷിൽ പല പല വാക്കുകളുണ്ട്. അപ്പൊ ഞാനത് ലളിതമാക്കി. ഞാൻ കരുതുന്നത് അതാദ്യം പറയുന്നത്. ഐ തിങ്ക് എന്താണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻസി പറഞ്ഞത് പറയാം. ഐ കൺസിഡർ ഞാൻ പരിഗണിക്കുന്നത്. ഐ തിങ്ക് പറയാം, കൺസിഡർ പറയാം, എങ്ങനെയെങ്കിലും ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പരിഗണിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം, നിങ്ങൾക്കുണ്ട്. അപ്പൊ യു ഹാവ് നിങ്ങൾക്ക് ഉണ്ട്. ഇനി ഓബ്ജക്റ്റ് എന്തുണ്ട്? താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ്. അപ്പൊ യു ഹാവ് ഇൻട്രസ്റ്റ്, നിനക്ക് താല്പര്യമുണ്ട്. അത്രയുമുണ്ട്. എന്തിനുള്ള ഇൻട്രസ്റ്റ്? അതടുത്താ വരേണ്ടത്. ടു ഹിയർ മൈ സ്റ്റോറി, എന്റെ കഥ കേൾക്കുവാൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ വാൻ എന്ന് വരില്ലേ, അവിടെയൊക്കെ ആ വെർബിന്റെ തൊട്ടു മുന്നിൽ ടു ചേർത്ത കറക്റ്റാണ്. ജമ്പ് ചാടുക, ടു ജമ്പ് ചാടുവാൻ. റീഡ് വായിക്കുക, ടു റീഡ് വായിക്കുവാൻ. ലുക്ക് നോക്കുക, ടു ലുക്ക് നോക്കുവാൻ. ടീച്ച് പഠിപ്പിക്കുവാൻ, ടു ടീച്ച് പഠിപ്പിക്കുവാൻ. അപ്പൊ നമ്മുടെ ഐ വെന്റ് ദെയർ ടു ടീച്ച്, ഞാൻ അവിടെ പഠിപ്പിക്കുവാൻ പോയി. ഓക്കെ. അപ്പൊ പ്രസന്റ് ടെൻസ് ആയ വെർബിന്റെ മുന്നിൽ ടു വന്ന് വരുമ്പോ ഈ വാൻ എന്ന് പറഞ്ഞ അർത്ഥം കയറി വരുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ ഗോ ടു കിച്ചൺ ടു പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഗോ ടു കിച്ചൺ, ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു. ടു പ്രിപ്പയർ, പാചകം ചെയ്യുവാൻ. എന്ത്? ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലേക്ക് പോകുന്നു. യെസ്. ഐ ഗോ ടു ടെമ്പിൾ ടു പ്രേ, പ്രാർത്ഥിക്കുവാൻ ഞാൻ അമ്പലത്തിലേക്ക് പോകും. ഐ ഗോ ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിലേക്ക് പോകും. ടു പ്രേ, പ്രാർത്ഥിക്കുക. യെസ്. ഐ ഗോ ടു ബ്യൂട്ടി പാർലർ ടു ഫേഷ്യൽ മൈ ഫേസ്, എന്റെ മുഖം ഫേഷ്യൽ ചെയ്യുവാൻ
ബ്യൂട്ടി പാർലറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ ടു വരുമ്പോൾ 1 1 എന്ന് വരുന്നു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ആൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ തിങ്ക് യു ഹാവ് ഇൻട്രസ്റ്റ് ടു ഹിയർ മൈ സ്റ്റോറി. അപ്പൊ എന്താണ് നോക്കി, ഇപ്പൊ ഈ നോക്കിയതില് ഒരു തെറ്റ് വന്ന് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞ വാക്കിനെ പറ്റുന്നില്ല, വേറെ വാക്ക് ഉപയോഗിച്ചത് കറക്റ്റ് ആണ്. ഒരു തെറ്റ് ഞാനുണ്ട് സർ. യെസ്. അപ്പൊ നടക്കുന്നതിന്റെ വിദ്യക്ക് ഒരു തെറ്റുണ്ട്. യെസ്, വെരി ഗുഡ്. ആ ഈസ് പോയത് അല്ലെ? ഈസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് രണ്ടെണ്ണം വന്നവര്. എനിക്ക് രണ്ടെണ്ണം വന്നു സാറേ. ലാസ്റ്റത്തെ ഇപ്പൊ പറഞ്ഞതില് ഒരു ഹാവ് വന്നില്ല. പിന്നെ മേ ബി ആയിരുന്നു എഴുതിയായിരുന്നു സാർ, പെർഹാപ്സ് പറഞ്ഞിട്ട്. ആ മേ ബി പറഞ്ഞാൽ കറക്റ്റ് ആണ്, കുഴപ്പമില്ല. മേ ബി ഓർ പെർഹാപ്സ് രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ജീനക്കും ജിൻസിക്കും രണ്ടെണ്ണം വന്നു. ഇനി മൂന്നെണ്ണം എനിക്കുണ്ട് സർ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ. ഐ ഹാവ് നോട്ട് ടോൾഡിന് പകരം നോട്ട് ഇടാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആ സെന്റൻസ്, ആ പാരഗ്രാഫ്, ഞാൻ പറഞ്ഞ മലയാളം പാരഗ്രാഫിൽ നിങ്ങൾ നോക്കുക. അതിന്റെ അടിയിൽ നിങ്ങൾ എഴുതിയേക്കുന്ന ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ നോക്കുക. സാർ എനിക്കൊരു തെറ്റുമില്ല. ഞാൻ മൊത്തം സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടാണ് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തത്. ആ പാരഗ്രാഫ് വൈസ് ഒറ്റൊരു പാരഗ്രാഫ് ആയിട്ടാണ് എഴുതിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ചെറിയൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, എനിക്ക് പറ്റി. രണ്ടാമൂന്നോ തെറ്റില്ല വന്നിട്ടുള്ളൂ. യെസ്, എനിക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ഭാവിയിൽ ഒരു പക്ഷേ ഏതെങ്കിലും വിദേശികൾ അവർ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന പുസ്തകം നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കുന്നേ. നിങ്ങൾ ടീച്ചറായിരിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം കൂടാതെ അതിൻ്റെ അകത്ത് കുറച്ച് റോയൽറ്റി ആയിട്ട് കുറച്ച് വരുമാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഒരു പുസ്തകം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി വാങ്ങിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കയറി വരാൻ പറ്റും. വരുമാനമായിട്ട് വേറൊരു വഴിക്ക് വല്ല വരുമാനം. അതുമല്ല എങ്കിൽ നമ്മുടെ കണക്കിൽപ്പെടാതെ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്ന് കയറുന്ന പൈസയാണ്. യെസ്, അങ്ങനെ പല സ്ഥലത്തുനിന്ന് വരുമ്പോഴാണല്ലോ അതൊരു ബഡ്ജറ്റ് ആയിട്ട് മാറുന്നത്. യെസ്, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഈ കാര്യം നിങ്ങൾ അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീട്ടിലും ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. വീട്ടിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം വരവ് നോക്കും, അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെലവ് നോക്കുന്നത്. എത്ര രൂപ ചെലവ് വരും, ഒരു മാസത്തേക്കാണ് വിചാരിച്ചു, എത്ര രൂപ ഒരു മാസം വരുമാനം കിട്ടും, ഞാൻ ചെലവ്. ഗവൺമെന്റ് തല തിരിച്ച ആദ്യം നോക്കുന്നത് ചെലവാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് വരവ് നോക്കുന്നത്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞതിന് ശേഷം വരവ്. അപ്പൊ നോക്കിയപ്പോ ചെലവ് കൂടുതൽ, വരവ് കുറവ്. അപ്പൊ എന്ത് ചെയ്യണം? വരവ് കൂട്ടണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? പുതിയ ടാക്സ് കൊണ്ടുവരാം. നിലവിലുള്ള ടാക്സിന്റെ റേറ്റ് 10 രൂപ എന്നുള്ളത് 15 രൂപ, അങ്ങനെ 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 കൂട്ടി കൂട്ടി വന്ന് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് എപ്പോഴും ആദ്യം ചെലവ് നോക്കിയിട്ടാണ് വരവ് നോക്കുന്നത്. നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെലവിലാണ് നോക്കുന്നത്, വരവ് നോക്കിയിട്ടാണ് ചെലവ്. ഇതാണ് അത് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അങ്ങനെ ഗവൺമെന്റ് ഒരു ആദ്യം ചെലവ് നോക്കി, പിന്നെ വരവ് നോക്കി. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ചെലവ് വളരെ കുറവ്, വരവ് കൂടുതലുള്ളത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് സർപ്ലസ് ബഡ്ജറ്റ്. ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞപ്പോ ചെലവ് വളരെ കൂടുതൽ, വരവ് ചെലവിന്റെ അത്രയില്ല, വരവ് ഇത് കുറവാണ്. അതിന് പറയുന്ന പേരാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ എല്ലാവർക്കും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റുകളെല്ലാം ഡെഫിസിറ്റ് ബഡ്ജറ്റിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വരവ് വളരെ കുറവും ചെലവ് വളരെ കൂടുതലാണ്. യെസ്, അത് ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങളെ മിക്ക കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാത്തൊരു വിഷയമാണ് നമ്മുടെ കുട്ടികൾ കേൾക്കാന്നുള്ളതല്ല. അതാണ് ഒരു ടീച്ചറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അതെന്താണ് അതെന്താണ് സംഭവം അതൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ടീച്ചർമാരോട് ആരെങ്കിലും വന്ന് ചോദിക്കുന്നത് അതെന്താണ് എനിക്കറിയാൻ പറ്റില്ലെന്നല്ല പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളറിയാനല്ല, എന്താണ് സംഭവം, എന്തൊക്കെയാണ്, ഇന്നതാണ് വിഷയം. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, അതെ ഇനി കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല, പക്ഷെ എനിക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി കേട്ടോ എന്ത് പറഞ്ഞിട്ട് വിളിക്കും. എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്ന് വേണം. എന്ത് പുതിയ കാര്യമായാലും എന്ത് പുതിയ സംഗതി പേപ്പറിലോ അല്ലെങ്കിൽ വാർത്ത അത് എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് അറിയാം. യെസ്, അതെപ്പോഴും ടീച്ചർമാർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അത് എപ്പോഴും നിങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. യെസ്, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് അത് വേണ്ട ചിന്തിക്കരുത്, എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്നിപ്പോ എന്താ പറയാ നെഗറ്റീവ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ചോദ്യത്തിൽ കിടക്കുക. അപ്പൊ ഇത് നിങ്ങൾ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ സാധനങ്ങൾ ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലെങ്ത് കൂടും. എല്ലാം നമുക്ക് അറിയാവുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാചകങ്ങളൊക്കെയാണ്, സെന്റൻസ് വെച്ചിട്ട് പാരഗ്രാഫുകളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ക്ലാസ്സുകളിൽ ഓരോ ട്രാൻസ്ലേഷനും കൂടി ഉൾപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽപ്പെടുത്തി. വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്ക് അതൊക്കെ പ്രശ്നമുള്ളത് എനിക്കറിയാം, കാരണം ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചാടിക്കിടുന്നവരാണ് അല്ലേ? യെസ്, ഓക്കെ. നിങ്ങൾ 10 മാസം ഇവിടുത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെർട്ട് അല്ലെങ്കിലും തീരെ മോശമാവാൻ പാടില്ല. ആ ഒരു കാര്യത്തില് എനിക്കൊരു എന്താ പറയാ നിർബന്ധബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളെ കൊണ്ട് അതിന് പറ്റും എന്ന് പറയുന്നൊരു വിശ്വാസവും എനിക്ക്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വലിയ പ്രശസ്തരാകുമ്പോൾ നിങ്ങൾ പറയൂല, ഇന്റർവ്യൂവിൽ പറയൂല, അറിഞ്ഞോ അറിയാതെയോ പണ്ട് ഞങ്ങളെ ഒരു ഇംഗ്ലീഷ് പഠിപ്പിച്ച ജോബ് സാറിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ടെന്ന് പറയുമല്ലോ. യെസ്, മതി ജീല. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഞാനൊരു ക്ലാസ്സില് ഒരു വെറുതെ ഇങ്ങനെ ഏതൊരു ഫ്രീ ആയിട്ട് ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഇപ്പൊ എത്ര വയസ്സാണെന്ന് പറയണ്ട, എത്ര വയസ്സാണെന്നുള്ള കാര്യം സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു പേരിൽ ഞാൻ ആരോടും വയസ്സ് ചോദിച്ചില്ല. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ വയസ്സ്. ഇത്രയും വയസ്സ് ആയ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും, അച്ഛനമ്മയോടല്ല അല്ലാതെ പുറത്ത് ആരോടെങ്കിലും ഒരു കടപ്പാട് തോന്നുന്നു, ആരോടാണ് നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു കടപ്പാട് ആരോടാണ്? പക്ഷെ അതിന് പറഞ്ഞതിൽ ഒരു കുട്ടി പറഞ്ഞു, എന്നെ നേഴ്സറി അംഗൻവാടി പഠിപ്പിച്ച ടീച്ചറിനോടാണ് എനിക്ക് കടപ്പാട്. ആലോചിക്കും, എന്നെ അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചറിനോടാണ് എനിക്ക് കടപ്പാടുന്നത്. അപ്പൊ പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് 10-30 വയസ്സുകളുണ്ടാവും. യെസ്, ആ 30 വയസ്സുള്ള കുട്ടി ഓർക്കുകയാണ് 27 വർഷങ്ങൾക്ക് മുമ്പ് 3 വയസ്സിലേക്ക് എനിക്ക് അംഗൻവാടി പോണല്ലോ. അപ്പൊ അന്ന് പഠിപ്പിച്ച ടീച്ചറിനോട് അത് കാരണം എന്ന് പറഞ്ഞു. യെസ്, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ, അതുകൊണ്ടേ. അപ്പൊ ഇനി 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ W എന്ന്. W നമ്മൾ നേരത്തെ ചോദിച്ചതാണ്, പിന്നെ സമയക്കുറവുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. യെസ്, അതിന്റെ ബാലൻസ് ചോദിക്കുക. യെസ്, ഡബ്ല്യൂയിൽ ആരംഭിക്കണം. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 3 പേരെ കണ്ടെത്താൻ പറ്റും. ആരൊക്കെയാണ് 3 പേർക്കൊന്ന് നോക്കിയേക്കണേ. ഞാൻ നോക്കാം, കൂട്ടത്തിലൊന്ന് നോക്കിയേക്കണേ. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്. എ tooth, TOOTH, a tooth in a oral cavity, CAVITY, a tooth in a oral cavity. ലോജിക്കായിട്ട് ചിന്തിക്കണം. ഇത് a tooth in a oral cavity, CAVITY. അതല്ല പ്രവീണ, ഡബ്ല്യൂയിൽ ആരംഭിക്കണം. ഡബ്ല്യു
ഡബ്ല്യൂയിൽ ആരംഭിക്കുന്ന ഒരു വാക്കാണ് അതിന്റെ ആൻസർ. യെസ്, ആർക്കും ഉത്തരമില്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരത്തോട്ട് വരാം. അതായത് ഒരു 16 വയസ്സ് ആകുമ്പോൾ, 15 അല്ലെങ്കിൽ 16 ചിലപ്പോൾ 14 വയസ്സാകുമ്പോൾ നമുക്കൊരു പല്ല് വരും. എല്ലാവർക്കും വരും. അത് നമ്മുടെ ഈ താഴെ ഏറ്റവും അറ്റത്തൊരു പല്ല് വരും. അത് ആ പല്ലിനെ പറയുന്ന പേരാണ് വിസ്ഡം ടൂത്ത്. വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ബാക്കിയുള്ള പല്ലുകളെ കൊണ്ടത് നമുക്ക് ബുദ്ധി ഉറക്കാത്ത, അതും അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത സമയത്താണ്. പക്ഷെ ഇത് വന്നത് പ്രായവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ വന്ന ശേഷമാണ്. അപ്പോ ഓറൽ ക്യാവിറ്റിയുടെ ഏറ്റവും അറ്റത്ത് വരുന്ന പല്ലിനെ പറയുന്ന പേരാണ് വിസ്ഡം ടൂത്ത്. അപ്പൊ അതിന്റെ പേര് ആൻസർ അതാണ് വിസ്ഡം ടൂത്ത് കേട്ടോ. വിസ്ഡം, WISDOM. ഓക്കെ, ഇനി ഞാൻ ഇംഗ്ലീഷിൽ ഒരു അർത്ഥം പറയാം. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഡബ്ല്യൂയിൽ ആരംഭിക്കുന്ന വൺ വേർഡ്. ടു സപ്രസ്. ടു സപ്രസ് എന്നർത്ഥം വരുന്ന ഡബ്ല്യൂയിൽ ആരംഭിക്കുന്ന ഒരു വൺ വേർഡ്. ടു സപ്രസ്. വിഷ്ടമല്ല, അത് അറിവ്. സപ്രസ് ചെയ്യാൻ, കീഴടക്കുക എന്നർത്ഥം വരില്ലേ. വിസ്റ്റം നേരത്തെ ആൻസർ ആയിരുന്നു കേട്ടോ. നിർമ്മിത ടു സപ്രസ്, കീഴടക്കുക എന്നർത്ഥം വരുന്ന വേറൊരു വേർഡ് ഡബ്ല്യൂയിൽ ആരംഭിക്കുക. കീഴടക്കുക, പിൻവലിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വേർഡ്. യെസ്, അതിന്റെ വേർഡ് യെസ്, വിദ്യ. വെരി ഗുഡ്, വെരി ഗുഡ്. വിത്ഡ്രോ എന്ന് പറയാം, വിത്ത് ഹെൽത്ത് എന്ന് പറയാം. അപ്പൊ ഞാൻ വിദ്യക്ക് ഒരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ വിദ്യയാണ് സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ. ലോജിക്കായിട്ട് ചിന്തിക്കട്ടെ. എ മെഷർമെന്റ്. എ മെഷർമെന്റ് ഡബ്ല്യൂയിൽ ആരംഭിക്കുന്ന ഒരു വേർഡാണ്. യെസ്, നിർമ്മിത. വിദ്യ, ആൻസി. നിർമ്മിത, വിദ്യ, ആൻസി. യെസ്, മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അളവ്, വീതിയുടെ അളവല്ലേ വിഡ്ത്. അല്ലെങ്കിൽ ഭാരം പറയാം, വെയിറ്റ്, അതൊരു അളവല്ലേ. വെയിറ്റ് പറഞ്ഞാലും കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് ഒരു സെന്റൻസ് ഞാൻ പറയാം. നിങ്ങൾ അതിന്റെ അതിൽ നിന്ന് നോക്കിയിട്ട് അതിന്റെ വേർഡ് ഏതാണെന്ന് പറയാം. ആൻ ഓപ്പണിംഗ്, OPENING. ഇന്നെ, ഓ, നിർമ്മിത, ആൻസി. നിർമ്മിത, ആൻസി രണ്ടുപേരുണ്ടല്ലേ. യെസ്. ചോദ്യം പറയാൻ പോലും വിദ്യ, ചോദ്യം പറയാൻ പോലും ഒരു സംഭവിച്ചില്ല അവിടെ. അതിന് മുമ്പ് ആൻസർ വന്നുകൂടി. എന്നാലും എൻ്റെ ഒരു പരിസമാധാനത്തിന് വേണ്ടി ഞാൻ ചോദ്യം പറയുന്നത്. ഉത്തരം വന്നു. കാരണം ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോഴേ നമുക്ക് മനസ്സിലായത് ഇന്ന വഴിക്കാണ് പോണത്. ഡബ്ല്യു വെച്ച് അവിടെ വരുമ്പോ കറക്റ്റ്. നോക്കി, ആൻഡ് ഓപ്പണിംഗ്, ഒരു തുറന്ന സ്ഥലം. ഇന്നെ വാൾ, വാൾ ചുമരിൽ കാണുന്ന തുറന്ന സ്ഥലം. ടു ലെറ്റ് ദ എയർ ആൻഡ് ലൈറ്റ് ഇൻ, എയറും ലൈറ്റും അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തുറന്ന സ്ഥലം ചുമരിൽ കാണുന്നത്. അതേതാണ്? ഡബ്ല്യൂയിൽ ആരംഭിക്കാൻ വേണം. വിൻഡോ, കറക്റ്റ് ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പഴഞ്ചൊല്ലാണ്, അത് പൂരിപ്പിച്ചാൽ മതി. ദ ഫിയർ, FEAR, ഫിയർ, ഭയം. ദ ഫിയർ ഓഫ് ലോർഡ്, LORD, ദൈവം. The fear of the Lord is the beginning of dash. The fear of the Lord is the beginning of dash. Aradi, correct answer.
വെരി ഗുഡ്. ആരതി, ആൻസി, പ്രവീണ. ആരതി, ആൻസി, പ്രവീണ. കറക്റ്റ് ആൻസർ ആണ്. വിസ്ഡമാണ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ ആരംഭിക്കുക എന്നുള്ളതിന് തുല്യമാണ് പറയുന്നത്. ഫിയർ ഓഫ് ലോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അറിവിന്റെ തുടക്കമാണ് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് പറഞ്ഞത്. കറക്റ്റ് ആണ്. അടുത്തത് ഇനി നിങ്ങൾ പറയേണ്ട ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ സി ആണ്. സി. ആ എഴുതൂല്ലേ? സി. രണ്ടാമത്തെ ലെറ്റർ എൽ ആണ്. എൽ. ലൈറ്റ്. സി എൽ. ബാക്കിയുള്ള ലെറ്റർ നിർത്തി ഇഷ്ടമുള്ള ചേർത്ത്. യെസ്. ഫസ്റ്റ് ലെറ്റർ സി, രണ്ടാമത്തെ ലെറ്റർ എൽ. ചോദ്യം ഇതാണ്. ആദ്യം ഒരു ഡാഷ് ആണ്. fill in the blanks. You dash to show you like something. You dash. നിർമ്മിത ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഞാൻ പരിഗണിച്ചത്. അതല്ല എന്നാലും യു ഡാഷ് ടു ഷോ യു ലൈക്ക് സംതിങ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ക്ലാസ് അല്ല, ക്ലോക്ക് അല്ല. യു ഡാഷ് ടു ഷോ യു ലൈക്ക് സംതിങ്. നിങ്ങളൊരു പ്രോഗ്രാം കാണാൻ ചെന്നിരിക്കുകയാണ്. നിങ്ങളത് കണ്ടു, നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ ഓർത്താൽ മതി. ആൻസി, വിദ്യ. ആൻസിലെ വിദ്യയുടെ അടിയിൽ ആരായിരുന്നു? ആയിഷ. ആയിഷ. യെസ്. ക്ലാപ്പ് അല്ലേ? അതാണ് കറക്റ്റ്. യു ക്ലാപ്പ് ടു ഷോ യു ലൈക്ക് സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കയ്യടി. യെസ്. അപ്പൊ നമുക്ക് പറയാം. അടുത്തത് എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. SOUND. A short sharp sound. നർമ്മിത, ആൻസി, വിദ്യ. നർമ്മിത, ആൻസി, വിദ്യ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, ഞാനത് പരിഗണിച്ചാണ്. ശരിക്കും ആ എന്ന് പറഞ്ഞാല് നമ്മൾ ഫോട്ടോ എടുക്കൂലേ, ക്യാമറയിൽ ഫോട്ടോ എടുക്കൂലേ, ആ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലിക്ക് ഇല്ലേ, അതാണ് ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. ക്ലിക്ക്. CLICK ആണ്. ചെറിയ മിസ്റ്റേക്ക് ചിലപ്പോൾ ഏരിയയിൽ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് പരിഗണിച്ചു കേട്ടോ. യെസ്. അടുത്തത് someone who comes to clean your house. Someone who comes to clean your house. Narmida, Ansi, Vidya. Narmida, Ansi, Vidya. Okay. Cleaner ആണ്. Very good, very good. അപ്പൊ ഫസ്റ്റ് ലെറ്റർ സി ആയി, രണ്ടാമത്തെ ലെറ്റർ എൽ ആയി, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി. അതുപോലെ ഒരു മീനിങ് ആണ് പറയുന്നത്, ഇംഗ്ലീഷ് മീനിങ്. അതിനെ വൺ വേർഡ് പറയാം. മീനിങ് ഇതാണ്. took, TUICK. took to learn and understand things. took to learn and understand things. ക്ലാസിഫൈ അല്ല, കോംപ്രഹെൻഷൻ അല്ല. പ്രവീണ, CL. നമ്മൾ ചില കുട്ടികളെയൊക്കെ നോക്കിയിട്ട് അത് പറയുക, പേര് പറയും. ക്ലാരിറ്റി അല്ല വിദ്യ. ആൻഡ് ടു ലേൺ. പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന,
അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ നമ്മൾ പേര് പറയും. ക്ലവർ ആണോ സർ? യെസ്. ജിൻസി, വിദ്യ, നിർമ്മിത. ജിൻസി, വിദ്യ, നിർമ്മിത. ക്ലവർ, ബുദ്ധിമാൻ അല്ലേ? ക്ലവർ ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാനൊരു മീനിങ് പറയാം, അതിന്റെ ഒരു കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥമുള്ളത്. എ ക്ലിയർ, CLEAR, ക്ലിയർ ക്വാളിറ്റി, QUALITY, എ ക്ലിയർ ക്വാളിറ്റി. ഈ വേർഡ് കുറച്ച് മുമ്പ് ആരും വേറൊരു അറിയാണ്ട് പറഞ്ഞിരുന്നു. എ ക്ലിയർ ക്വാളിറ്റി. യെസ് വിദ്യ, യു ആർ റൈറ്റ്. വിദ്യ, പ്രവീണ, ആരതി. വിദ്യ, പ്രവീണ, ആരതി. യെസ്, ക്ലാരിറ്റി. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റി നമ്മൾ എന്താ പറയുക? ക്ലാരിറ്റി. യെസ്, ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പറയുന്നത് നല്ല ക്ലിയർ ആയി, നല്ല ക്ലാരിറ്റി കിട്ടും. യെസ്. അടുത്തത് ഒരു മീനിങ് ആണ്. സെന്റൻസ് ചോദ്യത്തിന് ലെങ്ത് ആണ്, ശ്രദ്ധിച്ചാൽ മതി. Someone who works in an office to keep accounts and file papers. Pravina, Nancy, Narmida. Pravina, Nancy, Narmida. Correct answer. The answer is clerk. ഞാൻ ചോദ്യം പറയാം. Someone who works in an office to keep accounts and file papers. അടുത്തത് A circus performer. A circus performer. Pravina, Narmida, Arida. Pravina, Narmida, then Arida. കറക്റ്റ് ആൻസർ ആണ് ക്ലോൺ. നമ്മൾ ഈ സർക്കസിലൊക്കെ അന്ന് പൊക്കം കുറഞ്ഞ ആൾക്കാരില്ലേ, അവരെ പറയുന്ന പേരാണ്. അടുത്തത് സിമ്പിൾ ചോദ്യമാണ്, ഞാൻ ചോദിച്ചേക്കാം. എ റൂം, ROOM, റൂം where students study. വിദ്യ, ആൻസി, നിർമ്മിത. വിദ്യ, ആൻസി, നിർമ്മിത. കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ക്ലാസ് റൂം. അടുത്തത് എ ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്, അതിന്റെ വഴി വേണം പറയാം. സ്റ്റീപ്പ്, STEEP, സ്റ്റീപ്പ്. എ സ്റ്റീപ്പ് റോക്ക് ഫേസ്, ROCK, റോക്ക്, പാറ. എ സ്റ്റീപ്പ് rock face, especially on the coast, COAST, coast. A steep rock face, especially on the coast, COAST. Yes, Aradi, very good. Aradi, Nancy, Narmida. ആരതി, ആൻസി, നിർമ്മിത. ഓ, ഞാൻ പറയൂല എന്നെ വിചാരിച്ച്, നിങ്ങളത് പറഞ്ഞു. യെസ്, ഞാൻ പോയിന്റുകൾ പറയാം. യെസ്, ഓക്കെ. ഐഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിൻസിക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രവീണയ്ക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആരതിക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ 4 പോയിന്റ് കിട്ടിയ രണ്ടുപേരും
മൂന്നാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രവീണയ്ക്കും ആരതിക്കും മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. വിദ്യക്ക് 8 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ് ലഭിക്കുകയും രണ്ടാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. നർമ്മിതയ്ക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആൻസിക്കും 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാം സ്ഥാനം നർമ്മിതയും ആൻസിയും പങ്കിട്ടിരിക്കുകയാണ്. നർമ്മിത ആൻസി. പോയിന്റ് കുറച്ച് ലഭിച്ചവർക്കും കൂടുതൽ ലഭിച്ചവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനം. യെസ്. We will meet in the next class. Okay? Bye. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay, we will meet in the next class.